നമസ്കാരം, ഞാൻ ജിബിനാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിലൊരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്റ്റഡിയാണ്, എങ്ങനെ നമുക്കതിനെ റീഡ് ചെയ്യാം. ഒരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും, ഫോറക്സ് മാർക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്വിറ്റി മാർക്കറ്റോ എന്ത് തന്നെയാണെങ്കിലും ഒരു ചാർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർട്ടിനെ എങ്ങനെ ടെക്നിക്കൽ സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം. ചാർട്ട് റീഡ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മെയിനായിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊന്നുമില്ല. സപ്പോർട്ടിലാണ് എപ്പോഴും ബയേഴ്സ് നിൽക്കുന്നത്, റെസിസ്റ്റൻസിലാണ് എപ്പോഴും സെല്ലേഴ്സ് നിൽക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കാറ് വാങ്ങിക്കാൻ പോകുന്നു, സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാൻ പോകുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ കാറിൻ്റെ മാർക്കറ്റിലുള്ള വില എത്രയാണെന്ന് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ കാറ് നമുക്ക് വിൽക്കുന്ന ആൾ ഒരു കൂടിയ വിലയാണ് പറയുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ കാറിൻ്റെ അനുസരിച്ച് നമ്മൾ മനസ്സിലൊരു ഉദ്ദേശിച്ച വിലയുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു 7 ലക്ഷം പറയുകയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ആ വെഹിക്കിളിൻ്റെ വാല്യൂ ചിലപ്പം 6.5 6,80,000 ഉണ്ടാവും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച വില എന്ന് പറയുന്നത് 6,80,000 അപ്പോൾ ആ ഒരു വിലയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ വണ്ടി വാങ്ങിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഒരു ബൈയിങ് പ്രൈസ് നമ്മൾ കണ്ടെത്തണം. ആ നമ്മൾ കണ്ടെത്തിയ ബൈയിങ് പ്രൈസിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ആ ഷെയർ വാങ്ങിക്കാവൂ. അല്ലെങ്കിൽ നമുക്കത് വേണ്ട എന്നുള്ള മനോഭാവത്തിൽ നമ്മളിവിടെ നിൽക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച ആ വിലയിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു ഫീൽഡാണ് സത്യം പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണി. നമ്മളൊരിക്കലും കൂടിയ വിലയ്ക്ക് കയറി വാങ്ങിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചാർട്ടാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ ചാർട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ചാർട്ട് ഫുള്ളായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ചാർട്ട് ഫുള്ളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കറിയാം, അതിൻ്റെ ലോങ് ബാക്കിൽ തന്നെ ഒരു 168 ബാക്കിലേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ വില കുറഞ്ഞ 168 180 ആ റേഞ്ചിലാണ് 2012 ആ കാലഘട്ടത്തിലൊക്കെ. ഇപ്പം അവിടുന്ന് എന്താണ്, ഇതൊരു ലോങ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ചൊരു ഭാഗം മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റാണ്, അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയ ഒന്നൊരു റേഞ്ച് പോലെ ഒന്ന് വരയ്ക്കുകയാണ്. ആ ഒരു ഏരിയ ഞാൻ ഒരു റേഞ്ചിലാക്കി വരയ്ക്കുകയാണ്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ എന്താണ്, ആ ഒരു റേഞ്ച് 1250 1240 ആ ഒരു റേഞ്ചാണ്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലെത്തുമ്പോൾ പലതവണ അവിടെ ചെന്ന് തട്ടുമ്പോഴൊക്കെ എന്താണ്, പ്രൈസിന് റിജക്ഷൻ സംഭവിച്ച് താഴേക്ക് വരികയാണ്, അല്ലേ? ഇവിടെ ഒന്ന് തട്ടി ഇവിടെ ഒന്ന് ടച്ച് ചെയ്തെങ്കിലും ആ റേഞ്ച് മുകളിലേക്കൊന്ന് ബ്രേക്ക് ഔട്ട് നടത്തി. പക്ഷേ ആ ബ്രേക്ക് ഔട്ടിൽ സസ്റ്റെയിൻ ചെയ്യാതെ അത് വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും ഒന്ന് തട്ടി, വീണ്ടും ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു. ഇവിടെ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ നല്ല രീതിയിലൊന്ന് ബ്രേക്ക് ഔട്ട് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് എന്താണ്, പലതവണ ആ റേഞ്ചിൽ തട്ടിയിട്ട് മാർക്കറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തട്ടിയില്ല. ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തട്ടി കഴിഞ്ഞിട്ട് എന്താണ്, മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്. അതിനർത്ഥം എന്താണ്, അവിടെ സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ഈ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബയേഴ്സും സെല്ലേഴ്സ് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തി. ഇനി അതേപോലെ ബയേഴ്സ് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താം, അല്ലേ? ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്നാണത് അവിടുന്ന് തട്ടി താഴേക്ക് വന്നിട്ട് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ എന്താണ്, മാർക്കറ്റ് അവിടെ സ്റ്റോപ്പായിട്ട് എന്താണ്, അവിടെ നിന്ന് മാർക്കറ്റ് പ്രൈസ് സ്ലോ ആയിട്ട് അടുത്തൊരു ബൈ റാലി, മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബൈ റാലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു റാലി ഇങ്ങനെ പോയി പ്രൈസ് മുകളിലേക്ക് പോകുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ പലതവണ അവിടെയാണ് ആ ഒരു പ്രൈസിലാണ് മാർക്കറ്റ് വന്ന് സ്റ്റോപ്പായിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നത്. ഒരു റേഞ്ചിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് തട്ടി, പിന്നെ ഇവിടെ ഒന്ന് താഴേക്ക് നല്ല രീതിയിൽ ഇറങ്ങി വന്നു. താഴേക്ക് പോവുകയാണെന്നൊക്കെ നമ്മളിന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോയി ഇവിടെ വന്നിട്ട് ആ റേഞ്ച് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇത്രയും ഒരു ഏരിയ മാത്രമാണ് എടുത്തത്. ഇത് സൈഡ് വൈസ് മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച വില എന്ന് പറയുന്നത് 1000 റേഞ്ചാണ്, 1035 റേഞ്ച്.
ആ ഒരു റേഞ്ചിലെത്തിയപ്പോൾ എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഓഹരി റിലയൻസ് എന്ന് പറയുന്ന ചാർട്ട് മുകളിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ വാങ്ങിക്കാൻ ഇവിടെ വരുമ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, വാങ്ങിക്കാൻ ഉദ്ദേശിച്ച വില. ഇതുപോലെയാണ് നമ്മൾ ഒരു വിപണിയിലൊരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം കാണും, അത് ഇത്ര രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് ലാഭകരമാവുള്ളൂ. ഒരിക്കലും അത് മുകളിൽ പോയി വാങ്ങിക്കരുത്. മുകളിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ 1235 എന്ന് പറയുന്ന റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന മൊമെൻറ്റിൽ എന്താണ് താഴേക്ക് വരും. അപ്പോൾ നമുക്കതിൽ എന്താണ് നഷ്ടം സംഭവിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച വില കണ്ടെത്തുക, ഇതേപോലെ ചാർട്ടിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടെത്തി, ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സപ്പോർട്ട് എപ്പോഴാണ് സ്ട്രോങ് ആവുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലേ? ഈ സ്ട്രോങ് സപ്പോർട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിലായിരിക്കും സ്ട്രോങ് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. അതേപോലെ സ്ട്രോങ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടിൻ്റെ എക്സാമ്പിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് എപ്പോഴാണ് സ്ട്രോങ് ആയത് എന്നാണ് നമ്മളിനി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പലതവണ ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്തു, തൊട്ട് മുകളിലുണ്ടായിരുന്ന ആ റേഞ്ചിൽ നിന്ന് റിജക്ഷൻ സംഭവിച്ച് താഴേക്ക് വരുന്നു. പക്ഷേ ഇവിടെയാണ് അതിനൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. ഈ ഒരു ഏരിയയിലാണ് അതിനൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്, അല്ലേ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ആ ഒരു ഏരിയയിലെ ബ്രേക്ക് ഔട്ട് നിങ്ങളൊന്ന് നോക്കിയേ. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണെങ്കിലും നല്ല രീതിയിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡി എന്താണ്, വലുപ്പമാണ്. അതിൻ്റെ വിക്ക് കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ ബോഡി എന്താണ്, നല്ല രീതിയിലുള്ള വലുപ്പമാണ്. അതിനെ തുടർന്ന് വന്നൊരു ക്യാൻഡിൽ കണ്ടില്ലേ, ജൂലൈ 23 ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളൊരു ക്യാൻഡിൽ കൊണ്ടാണ് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തത്, അല്ലേ? ഓക്കെ, പക്ഷേ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ താഴെ ഉണ്ടായിരുന്ന ബയേഴ്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ബൈയിങ്ങിനല്ലേ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്നും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ബൈയിങ് ചെയ്ത ബയേഴ്സിന് എന്താണ്, അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് നിങ്ങൾ നോക്കേ. ഞാൻ ജസ്റ്റ് അതിന് മുന്നേ കാണിച്ചതുപോലെയുള്ള ക്യാൻഡിലുകളാണോ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്? ഇവിടെ ക്യാൻഡിലുകൾ എന്താണ്, അതിൻ്റെ ബോഡി വളരെ വീക്കാണ്, പക്ഷേ വിക്കാണ് കൂടുതൽ. പിന്നെന്താണ്, ഒരു റെഡ് കളർ ക്യാൻഡിലാണ്. അതെന്താണ്, സെല്ലേഴ്സിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ക്യാൻഡിലുകളാണ്. ഈ ഒരു ബോഡി നല്ലൊരു വലിപ്പമാണ്, അതേപോലെ റെഡ് കളർ കൂടിയാണ്, അല്ലേ? മറ്റേ ഞാൻ ആദ്യം കാണിച്ചെടുത്ത് എന്താണ്, നല്ല ഗ്രീൻ കളറിൽ ബോഡി വലിപ്പമുള്ള ക്യാൻഡിലുകൾ വെച്ചിട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം, അത് ഫോൾസ് ആണോ റിയൽ ആണോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് അർത്ഥം എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ ചില്ലറക്കാരല്ല, അവർ കുറച്ച് പവറുള്ള ആൾക്കാരാണ്. അവരെ കുറച്ച് ആ മാർക്കറ്റിൻ്റെ ഇത്രയും നാളുണ്ടായിരുന്ന ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പവറുള്ള ആൾക്കാരാണ് ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ ഒരു ബൈ റേഞ്ച് എന്താണ്, സ്ട്രോങ് ആയി, അല്ലേ? അപ്പോൾ നമുക്കിനി എന്താണ്, റിലയൻസ് എന്ന് പറഞ്ഞ ചാർട്ട് ഇനി എപ്പോഴെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും അവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബൈയിങ് എടുക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ അതാണ് പറയേണ്ടത്. നമ്മളൊരു വാങ്ങിക്കാൻ ഉദ്ദേശിച്ച വില കണ്ടെത്തി, അതിനുശേഷം മാർക്കറ്റ് എന്താണ്, ഇവിടേക്ക് പുൾ ബാക്ക് വന്നു. പുൾ ബാക്ക് വന്നിട്ട് എന്താണ്, ഇവിടെ നിന്നാണ് നെക്സ്റ്റ് സപ്പോർട്ട് എടുത്തത്, അല്ലേ? അപ്പോൾ ആ റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇവിടെയാണൊരു പുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. കാര്യം ഇവിടെ നിന്നാണ് പുൾ ബാക്ക് തന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോയത്. അപ്പം ഇവിടെ നിന്നുണ്ടായിരുന്ന ഒരു ബൈറാലിയാണ് പ്രൈസ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് കാരണമായത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പുൾ ബാക്ക് തന്നിട്ട് എന്താണ്, ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു ബയേഴ്സ് എന്താണ്, സ്ട്രോങ് ആയിട്ട് ഈ റെസിസ്റ്റൻസ് റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും പ്രൈസിനകത്തേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ എടുക്കേണ്ട ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബൈറാലി. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന നിയറസ്റ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബയേഴ്സ് നിൽക്കുന്നത് ഒന്നിവിടെയും, അത് 1138 എന്ന് പറയുന്ന റേഞ്ചിലും അതേപോലെ തന്നെ 1207 ഒരു 1000 റേഞ്ച്, ആ ഒരു റേഞ്ചിലുമാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള ബയേഴ്സാണ് സ്റ്റാർട്ട് ചെയ്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന പുൾ ബാക്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ് കണ്ടിന്യൂസ്ലി ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് റാലി നടത്തി. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബയേഴ്സ് എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ ആയിരിക്കണം നമ്മുടെ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട പ്രൈസ്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമ്മളിവിടെ കണ്ടെത്തി. 1133 അതേപോലെ തന്നെ 1000 റേഞ്ചിലും നമുക്ക് കണ്ടെത്തി. ഈ ഒരു രണ്ട് റേഞ്ചിലും മാർക്കറ്റ് എപ്പോഴാണോ റിലയൻസിൻ്റെ ചാർട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് അവിടെ നമുക്ക് ബൈ ഓപ്ഷൻ എടുക്കാവുന്നതാണ്.
ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം നിയറസ്റ്റ് റെസിഡൻസിനെ ബ്രേക്ക് ചെയ്യാൻ കാരണമായ ബയേഴ്സിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നിയറസ്റ്റ് റെസിഡൻസ് ഈ ഒരു റേഞ്ച് ആയിരുന്നു. ആ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ കാരണമായ ലാസ്റ്റ് ബയേഴ്സ് നിൽക്കുന്നത് 1134, 1132 ആ ഒരു റേഞ്ചാണ്. അതിന് തൊട്ട് താഴെ ഒരു റേഞ്ച് ഉണ്ട്. ഇവിടെ നിന്നാണ് ആ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് റേഞ്ചുകളിലൊക്കെ വന്നിട്ടായിരിക്കാം അടുത്ത റിലയൻസിൻ്റെ ഒരു ബൈ റാലി ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏപ്രിൽ 4-ാം തീയതി നമ്മൾ പഠിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ വന്ന് ടാപ്പ് ചെയ്തു. നെക്സ്റ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏകദേശം നല്ലൊരു ബൈയിങ് റാലി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ ബൈയിങ് ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തുക. ബയർ നിൽക്കുന്ന എവിടെയാണെന്ന് നമുക്ക് ചാർട്ട് നോക്കി റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഇങ്ങനെ നിങ്ങൾ പല ചാർട്ടിലേക്ക് വർക്കൗട്ട് ചെയ്യുക, പല ചാർട്ടുകൾ കയറി ഇറങ്ങി റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, ചാർട്ട് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം നിങ്ങളത് പരമാവധി നിങ്ങളുടെ സർക്കിളിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ കണ്ടൻറ്റുകൾ വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.